കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തെ സംഗീത കോളേജിന്റെ മുന്നിൽ നിന്ന് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ശരിയാണ്, സംഗീത കോളേജിന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധമൊന്നുമില്ല. പക്ഷേ സംഗീത കോളേജിൽ വെച്ച് വെട്ടേറ്റ് തിരുവിതാംകൂർ വിട്ട അന്നത്തെ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ഒരു ബന്ധമുണ്ട്. സർ സി പിയുടെ ആശയമായിരുന്നു വിഴിഞ്ഞത്ത് ഒരു തുറമുഖം വേണമെന്നത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തെ ഉണ്ടായിരുന്ന ആശയം. പക്ഷെ അക്കാലത്തെ ബ്രിട്ടീഷ് മറൈൻ എഞ്ചിനീയർമാർ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ആക്രമണത്തെ തുടർന്ന് സർ സി പിക്ക് തിരുവിതാംകൂറിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഇതോടെ വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നത്തിനും നങ്കൂരമിട്ടു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. വികസന വാഗ്ദാനങ്ങൾ നിറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണെന്നാണല്ലോ ഇപ്പോൾ നടക്കുന്ന ചർച്ച. അത് ചർച്ച ചെയ്യുമ്പോൾ തുറമുഖ പദ്ധതിയുടെ ചരിത്രം കൂടി പരിശോധിച്ചാൽ ഈ നേതാവിനെ മറക്കാനാകില്ല. മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻ. കാരണം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ആദ്യ കരു നീക്കിയ ആളാണ് ലീഡർ. നേമത്ത് കെ കരുണാകരൻ മത്സരിച്ച 1982 കാലം വിഴിഞ്ഞത്ത് രാജ്യാന്തര കയറ്റിറക്ക് തുറമുഖം ലീഡർ പ്രചാരണ വിഷയമാക്കി. 1986 പഠനത്തിനായി പോർട്ടസ് ചെയർമാൻ ഡി ബാബു പോളിനോട് കരുണാകരൻ നിർദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെ 1991 കെ കരുണാകരൻ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ വിഴിഞ്ഞം തുറമുഖ വിഷയം സജീവമായി. തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവനായിരുന്നു ചുക്കാൻ. ഡി ബാബു പോളിന്റെ ആത്മകഥയായ കഥ ഇതുവരെയിൽ അദ്ദേഹം പറയുന്നത് കാണും. വിഴിഞ്ഞത്തെ രാഘവീയ കഥ ഉത്സാഹത്തോടെ നടപ്പാക്കിയില്ലെങ്കിൽ തുറമുഖം കുളച്ചലിന് ലഭിക്കും. 1995 കുമാർ എനർജി കോർപ്പറേഷനുമായി ധാരണാപത്രം വരെ ഒപ്പിട്ടതാണ്. പിന്നീട് വന്ന ഇ കെ നയനാർ സർക്കാർ വിഴിഞ്ഞത്ത് താപവൈദ്യുതി നിലയത്തിനുള്ള ധാരണാപത്രവും ഒപ്പിട്ടിരുന്നു. പക്ഷേ കരാർ പിന്നീട് റദ്ദായി. നിർണായക ചുവടുവയ്പ് 2004 UDF ഭരണകാലത്താണ്. കമ്പനി നിയമപ്രകാരം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് രൂപീകരിച്ചു. PPP മാതൃകയിൽ തുറമുഖത്തിന് ശ്രമം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും VS സർക്കാരിന്റെ കാലത്തും ടെൻഡർ വിളിച്ചെങ്കിലും മുന്നോട്ട് വന്നത് ചൈനീസ് കൺസോർഷ്യം. സുരക്ഷാ കാരണങ്ങളാൽ UPS സർക്കാർ അനുമതി നൽകിയില്ല. VS സർക്കാരിന്റെ കാലത്ത് ഹൈദരാബാദിലെ ലാൻകോ കൊണ്ടപ്പള്ളിക്ക് ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകിയെങ്കിലും കരാറിലേക്ക് എത്താനായില്ല. 2011 വീണ്ടും ഉമ്മൻചാണ്ടി ഭരണമെത്തി. പദ്ധതി ഭൂ ഉടമ മാതൃകയിലേക്ക് മാറി. ടെൻഡറിൽ പങ്കെടുത്തത് അദാനി മാത്രം. അദാനി ഗ്രൂപ്പിന് നിർമ്മാണ കരാർ നൽകുന്ന ഘട്ടമെത്തി. അഴിമതി ആരോപണവുമായി പ്രതിപക്ഷത്ത് LDF. ഇപ്പോൾ വിഴിഞ്ഞത്ത് അദാനി നിർമ്മിക്കുന്ന തുറമുഖം അഭിമാന നേട്ടമായി ആഘോഷിക്കുന്ന LDF അന്ന് നിയമസഭയിൽ പറഞ്ഞതാണ് ഈ രേഖ. തുറമുഖ നിർമ്മാണം അദാനിയെ ഏൽപ്പിക്കുന്നതിന് പിന്നിൽ വലിയ അഴിമതിയെന്ന്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്നൊരു വർത്തമാനമുണ്ടല്ലോ, അതാണ് ഇവർ ബാധകമായിക്കൊണ്ടിരിക്കുന്നത്. 2015 AKG സെന്ററിൽ പോയി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ കണ്ട ശേഷമാണ് ഗൗതം അദാനി തറക്കല്ലിടലിന് പോയത്. പിണറായി വിജയനായ ഞാൻ 2016 പിണറായി സർക്കാർ അധികാരത്തിലെത്തി. നഖശിഖാന്തം എതിർത്ത പദ്ധതി അഭിമാന പദ്ധതിയായി. തുറമുഖം ഇടത് സർക്കാരിന്റെ നേട്ടമായി ചരിത്രത്തിൽ എഴുതണമെന്ന പിണറായി സർക്കാരിന്റെ വാശിയാണ് ഈ ദിനത്തിലെത്തിച്ചത്. 4 വർഷം കൊണ്ട് തീർക്കേണ്ട പദ്ധതി ഇഴഞ്ഞിഴഞ്ഞാണെങ്കിലും 10ാം വർഷം ആദ്യഘട്ടം പൂർത്തിയാക്കി. അപ്പോൾ സംശയം തീർന്നല്ലോ. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ഒരാൾക്കുള്ളതല്ല. മാത്രമല്ല പദ്ധതി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ആശയവുമല്ല. പക്ഷേ അദാനിയുമായി കരാർ ഒപ്പിട്ട് തറക്കല്ലിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ചരിത്രത്തിൽ ഒഴിവാക്കാനാകാത്ത ഇടമുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.